2023 സുജിത്ത് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 4 പോലീസുകാർ ക്രൂരമായിട്ട് മർദ്ദിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചെന്ന് പരാതി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2023 ഏപ്രിലാണ് സംഭവം. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് അന്വേഷിച്ചതാണ്. ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രം, പക്ഷേ ഈ ഒറ്റൊരു ഉദാഹരണത്തിൽ തീരണമല്ല പോലീസ് അതിക്രമങ്ങളുടെ കഥ. ഇങ്ങനെ ഒരു 100 ഉദാഹരണങ്ങളുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2017-18 കാലഘട്ടത്തിൽ നമ്മുടെ സ്ഥിരമായിട്ട് ന്യൂസ് കാണുന്ന ആൾക്കാർ, അതേമാതിരി ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കണക്റ്റ് ആവാൻ പറ്റും. ആ സമയത്ത് ഒരു 8 മണീൻ്റെ ചർച്ച വെച്ച് കഴിഞ്ഞാൽ അതിലെ മെയിൻ വില്ലൻ പോലീസുകാരായിരിക്കും. ഓപ്പോസിറ്റ് ആര് എന്നുള്ള ചോദ്യം മാത്രമേ ഡൗട്ടുള്ളൂ. ഒന്നെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ BJP പ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ സാധാരണ പബ്ലിക്കായിരിക്കും. അതുമല്ല, ഇനി ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഈ പോലീസ് അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ചർച്ച ഇത് തന്നെയായിരുന്നു. ഒരു വലിയ വിഭാഗം ജനങ്ങളും പറഞ്ഞത് ആഭ്യന്തര വകുപ്പേ പോയി എന്നാണ് പറഞ്ഞത്. അത്രയും മോശം. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസുകാർക്ക് നേരെ നടക്കുന്ന സ്ഥിരമായിട്ടുള്ള ഹേറ്റ് അവരെ പ്രൊഡക്ടിവിറ്റി കുറക്കുന്നല്ലാതെ പോലീസുകാരെ എതിർത്ത് പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അധികം അദ്ദേഹം പോലീസുകാർക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് ആ സമയത്ത് തന്നെ ഈ പോലീസുകാർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്, ജനങ്ങളോട് എങ്ങനെ ഇടപെടണം, പോലീസ് സ്റ്റേഷനിൽ വരുന്നവരോട് എങ്ങനെ ഇടപെടണം, എങ്ങനെയൊക്കെ കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്ലാസ് വരെ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ഡാറ്റ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാൻ പറ്റും. 2012 SPCA സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി വന്നത്. സാധാരണ രീതിയിൽ ജനങ്ങൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നാൽ പോലീസുകാരനെ പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനാണ് ഈ SPCA. 2012 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 5218 കേസ് പോലീസുകാർക്ക് നേരെ മാത്രം കംപ്ലയിൻറ്റ് വന്നു. നീതി വാങ്ങിച്ചു തരേണ്ട പോലീസ് തന്നെ പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പൗരന്മാരെന്ത് ചെയ്യും, കോടതി പോകാമെന്ന് കരുതുക. അതൊന്ന് തീരുമാനമായി വരാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും, ആ പോലീസുകാരന് വലിയ മാറ്റമില്ല, ആ സ്ഥാനത്ത് തന്നെ അവിടെ ഇരിക്കും. കേസ് കൊടുത്ത ആൾ ഇതിന് വേണ്ടി ഇതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യേണ്ടി വരും. ആ ഒരു പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും SPCA എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അതോറിറ്റി വന്നത്. ഈ അതോറിറ്റി കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 2014 671 കേസുണ്ട്. 2015 ആയപ്പോഴേക്ക് 645 ഒന്ന് കുറഞ്ഞു. 2016 626. 2017 ഓൾ ടൈം ഹൈ എന്ന് പറയാം 808. 2018 ആയപ്പോഴേക്ക് പകുതിയായി. 19 പിന്നെയും കുറഞ്ഞു. 2020-25 ആയപ്പോഴേക്ക് അത് 45 കുറഞ്ഞു. ആ ഒരു ഡ്രാസ്റ്റിക്കായിട്ട് ഫോള് സംഭവിച്ചു. ഞാൻ ആദ്യം പറഞ്ഞില്ല 5218 കേസ്. 5218 കേസിൽ നിന്ന് ഇപ്പോൾ അത് 5152 കേസ് സോൾവ് ചെയ്തു. ഇനി ആകെ 66 കേസുള്ളൂ പെൻഡിങ് ആയിട്ടുള്ളൂ. ഇതിനെ 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മുടെ പോലീസ് ഭയങ്കര എഫിഷ്യൻ്റായി ആൾക്കാരെ പ്രോബ്ലം മനസ്സിലാക്കാൻ തുടങ്ങി, പരിഹാരം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ്. പോലീസുകാരായിട്ടുണ്ടാക്കണ കംപ്ലൈൻ്റ് അല്ലേ ഇവിടെ സോൾവ് ചെയ്യണത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കേസ് കൊടുത്തിട്ടും കാര്യമില്ല തോന്നണമുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ കേസ് ഇത്രയും ഡ്രോപ്പായി വരുന്നത് 2 സാധ്യതയുള്ളത്. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കേസ് അനുസരിച്ച് ആ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട ആ മർദ്ദനം അത് വെറും സസ്പെൻഷനിൽ ഒതുങ്ങുമോ എന്നുള്ളതാണ് മീഡിയയിൽ നടക്കണം മെയിൻ ചർച്ച. എൻ്റെ ഒരു സുഹൃത്തിന് നേരെ വന്ന ഒരു പോലീസ് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന് നേരെ ഒരു അക്രമം വന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസുകാരൻ വന്നെന്തോ ചോദിച്ചു, വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ സാറേ കുഴപ്പമെന്ന് ചോദിച്ചു. ആ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഇവനെ അടിച്ചു, അവൻ്റെ ഫ്രണ്ടിനെ അടിച്ചു. ഇവനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. അവൻ എന്ത് ചെയ്തു, അടുത്ത ദിവസം തന്നെ DGPക്ക് പരാതിപ്പെട്ടു, ഇന്ന പോലെ എന്നെ ആക്രമിച്ചു പറഞ്ഞിട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ, ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത്. നിങ്ങളെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നു. എഫിഷ്യൻ്റായിട്ട് കാര്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സസ്പെൻഡ് ചെയ്യണവരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരെ സ്ഥലം മാറ്റുന്നുണ്ട്. ആ ഒരു സംഗതി നടക്കുന്നുണ്ട്. അക്രമം നേരിട്ട ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജസ്റ്റിസ് കിട്ടിയോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്.
എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കേരളം വിട്ടുപോയ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി നിന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ബെറ്റർ പോലീസാണ്. ഇത് പോലീസുകാർ നന്നായിട്ടുണ്ടോയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒന്ന് ബെറ്ററായിട്ടുണ്ട്, പല കേസിലും ബെറ്ററായിട്ടുണ്ട്. കാരണം ഒരു ടൈമിൽ ഈ മീഡിയ എടുത്തു കഴിഞ്ഞാൽ, ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് പോലീസ് മർദ്ദനങ്ങളുടെ കഥയാണ്. ഫ്രണ്ടിൽ ന്യൂസ് പേപ്പർ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ. ഇപ്പം കുറച്ച് ആശ്വാസം ഉണ്ട് തോന്നുന്നുണ്ട്, കാരണം ഇപ്പം ഞാൻ അങ്ങനെ അധികം കാണാറില്ല. അപ്പം എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല നിങ്ങളുടെ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതെനിക്ക് ഗുണമായിരിക്കും. പോലീസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ക്രെഡിറ്റ്. ഓർമ്മ വേണം എപ്പോഴും മനസ്സിൽ, തങ്ങൾ എന്തും ചെയ്യാൻ അധികാരമുള്ളവരല്ല എന്നത്, നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ അധികാരമുള്ളവരാണ്. അതല്ലെങ്കിൽ ഉള്ള പേര് മോശമാകും, തൻ്റെ പിന്നീടുള്ള ഭാവിക്കും തകരാറ് സംഭവിക്കും.